രാഷ്ട്രപതിയുടെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. എം.ടി. വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം, ചലച്ചിത്ര താരങ്ങളായ ശോഭന, അജിത് കുമാർ, ഹോക്കി താരം പി.ആർ. ശ്രീജേഷ്, ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം എന്നിവർ പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹരായി. ക്രിക്കറ്റ് താരം ആർ. അശ്വിൻ, ഫുട്ബോൾ താരം ഐ.എം. വിജയൻ, ഗായിക കെ. ഓമനക്കുട്ടി തുടങ്ങിയവർക്ക് പത്മശ്രീ. ഡി ധനസുമോദുള്ള വിവരങ്ങൾ നൽകാനായി. ധനസുമോദ, ആർക്കൊക്കെയാണ് ഇത്തവണത്തെ പുരസ്കാരങ്ങൾ? അനിഷ, പത്മഭൂഷൺ പുരസ്കാരം തന്നെ കേരളത്തിന് സ്വന്തമായിരിക്കുകയാണ്. മരിച്ച് വിട പറഞ്ഞ് 31ാമത്തെ ദിവസമാണ് എം.ടി. വാസുദേവൻ നായർക്ക് ഇപ്പോൾ മരണാനന്തര ബഹുമതിയായി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 7 പേർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് എം.ടി. വാസുദേവൻ നായരുടെ പുരസ്കാരം തന്നെയാണ്. ഇതുകൂടാതെ ഒസാമു സുസുക്കി, ജപ്പാനിലെ സുസുക്കിയുടെ സ്ഥാപകൻ, അദ്ദേഹത്തിന് കൂടി മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് ആ പട്ടികയിൽ. ഇതുകൂടാതെ പത്മവിഭൂഷൺ നൽകിയിരിക്കുന്നത് 19 പേർക്കാണ് പത്മഭൂഷൺ നൽകിയിരിക്കുന്നത്. ഇതിൽ കേരളത്തിൽ നിന്നും ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം, അദ്ദേഹം ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിദഗ്ധനും എഴുത്തുകാരൻ കൂടിയായ ജോസ് ചാക്കോ പെരിയപുറത്തിനാണ് മെഡിസിൻ വിഭാഗത്തിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഒളിമ്പ്യനും ഹോക്കി താരവുമായ ഹോക്കി ടീം ക്യാപ്റ്റൻ കൂടിയായ പി.ആർ. ശ്രീജേഷിന് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ശോഭനയ്ക്ക് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ശുപാർശയിലല്ല, അത് തമിഴ്നാട്ടിൽ നിന്നുള്ള ശുപാർശയിലാണ് ലഭിച്ചിരിക്കുന്നത്. പിന്നീട് പ്രധാനപ്പെട്ട പത്മഭൂഷൺ നേടിയവർ മരണാനന്തര ബഹുമതിയായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ബീഹാറിലെ മുൻ ഉപമുഖ്യമന്ത്രിയും മുൻ രാജ്യസഭാ അംഗവും കൂടിയായിട്ടുള്ള സുശീൽ കുമാർ മോദിക്ക് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയും മുൻ ലോക്സഭാ സ്പീക്കറുമായ മനോഹർ ജോഷിക്ക് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ നന്ദമുരി ബാലകൃഷ്ണ, TDPയുടെ MLAയും ചന്ദ്രബാബു നായിഡുവിന്റെ മകൻ ലോകേഷിന്റെ ഭാര്യ പിതാവും കൂടിയായിട്ടുള്ള നന്ദമുരി ബാലകൃഷ്ണ, അദ്ദേഹം NT രാമറാവുവിന്റെ മകനാണ്, അദ്ദേഹത്തിന് കൂടി പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു പേര് സാധ്വി ഋതംഭരയാണ്. അവർ VSPയുടെ വനിതാ വിഭാഗമായ ദുർഗാവാഹിനിയുടെ സ്ഥാപകയാണ്. മാത്രമല്ല ബാബറി മസ്ജിദ് കേസിൽ ലിബറാൻ കമ്മീഷൻ അവരെ കുറ്റക്കാരായി വിലയിരുത്തിയിരുന്നു. പിന്നീട് 2020 CBI കോടതിയാണ് കുറ്റവിമുക്തമാക്കിയത്. പക്ഷെ അവരുടെ ബാബറി മസ്ജിദ് തകർച്ചയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സാധ്വി ഋതംഭര. അവർക്ക് കൂടിയാണ് ഇപ്പോൾ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ പത്മശ്രീ ലഭിച്ചിരിക്കുന്നത് 113 പേർക്കാണ് പത്മശ്രീ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ സ്പോർട്സ് വിഭാഗത്തിൽ ഐ.എം. വിജയന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കെ. ഓമനക്കുട്ടിക്ക്, സംഗീതജ്ഞയായ കെ. ഓമനക്കുട്ടിക്ക്, മലയാളിക്ക് കൂടി പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ശരി, ഡി ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്. ധനസുമോദിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ധനസുമോദ്, മലയാളികൾ ഇക്കൂട്ടത്തിൽ ഏറെയുണ്ട് എന്നുള്ളതാണ് വലിയ സന്തോഷം നൽകുന്ന കാര്യം. ഇവരുടെയൊക്കെ പ്രതികരണങ്ങളൊക്കെ ലഭ്യമാണോ? എന്താണ് അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാണോ? പ്രതികരണം ഇപ്പോൾ മലയാളികളുടെ പ്രതികരണം ഓരോന്നായി ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജോസ് ചാക്കോ പെരിയപുറം ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന് നേരത്തെ പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം നാളെ രാവിലെ പ്രതികരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പി.ആർ. ശ്രീജേഷ് ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണമാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ലഭിക്കാനുള്ളത്. ശോഭനയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഈ പത്മശ്രീ നേരത്തെ ഈ സുകുമാരിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പത്മശ്രീ തന്നെയാണ്. അവർ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് മലയാള ചലച്ചിത്രങ്ങളിലാണെങ്കിൽ പോലും അവർക്കൊരു പുരസ്കാരം ലഭിക്കുന്നത് തമിഴ്നാടിന്റെ ഒരു ശുപാർശ അനുസരിച്ചാണ് എന്നുള്ളൊരു കൂടി പ്രത്യേകതയുണ്ട്. അത് പത്മഭൂഷൺ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും തമിഴ്നാടിന്റെ ഒരു ശുപാർശയിലാണ് ലഭിച്ചിരുന്നെങ്കിൽ പോലും ഒരു 7ലധികം മലയാളികൾക്ക് ഇപ്പോൾ പത്മ പുരസ്കാരങ്ങൾ, വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചു എന്ന് തന്നെയാണ് ഈ 2025 പത്മ പുരസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ശരി, ഡി ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.